ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബ്രൊക്കോളിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഇവിടെ തയ്യലേ ബ്രൊക്കോളി കുറച്ച് അധികമായിട്ട് മൂത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അത് മുറിച്ച് കറി വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരെണ്ണമാണ് കേട്ടോ കുറച്ചധികം മൂത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂത്ത് പോയിട്ടുള്ളതിൽ പുഴു ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് നോക്കിയിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. പിന്നെ ഇത് ഈ ഒരെണ്ണം കൂടിയും ഇതിപ്പോൾ കറി വയ്ക്കാൻ പാകത്തിനുള്ളതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ നന്നായി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കറിക്ക് പാകത്തിനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടുവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് അതിൽ തന്നെ ഇട്ട് വയ്ക്കുക കേട്ടോ. അതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കണത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം തന്നെ സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ഫ്ലേവറിനായിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്. അപ്പോൾ ഞാനിത് വേഗം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് കീറിയിട്ടതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു 2 എണ്ണം, ഒരു ഏലക്ക, പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തക്കാളി കൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബ്രൊക്കോളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബ്രൊക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് തിളച്ച് തന്നാൽ മതി. അതിനെ വേവിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും. പിന്നെ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പകുതി വേവും കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് ഉള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രൊക്കോളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.